നിൽക്കുക. ഒരു താളത്തിന് മോഴക്ക് വെള്ളരി, 3 വെറ്റില, അടയ്ക്ക, പുഷ്പം, കവുങ്ങും പൂക്കൾ, കതിര് വെക്കുക, പുണ്യേക പാത്രം വെക്കുക, പോലെ ചെറുതിൽ വെക്കുക, കള്ളം കയ്യൽ കള ദക്ഷിണ വെക്കുക. കളം നീട്ടി പുണ്യം ചെയ്യാമോ എന്നായി കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് വരിക. കളം തടിച്ച് താലക്കണ്ണിറക്കി വെക്കുക. കൈപ്പണിച്ച് കള തൊട്ട് നിൽക്കുക. പരികർമ്മികള താലക്കണ്ണങ്ങള് പടിഞ്ഞാറ് ഭാഗത്ത് 2 താലം വെക്കുന്നുണ്ട് കന്യക്കന്മാർക്കുള്ളത്. ചന്ദനത്തിരികൾ കത്തിച്ച് വെച്ചിട്ടുണ്ടോ? കളത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കളത്തി പൂജാപാത്രങ്ങൾ കൊടുന്ന് വെച്ചിട്ടുണ്ടോ? കളത്തിക്കാമ്പളെ കൊടുന്ന് വെച്ചിട്ടുണ്ടോ? കളത്തിക്കാമ്പ് ഇരിക്കുക. ഒരു വ്യക്തി കാലപ്പുള്ള കൊടുന്ന് വെക്കുക. അതിന് തൊഴുത് പൊടിക്കുക, അമർന്നിരിക്കുക. പുഷ്പം എടുക്കുക. നാരവധി ഗുരുകാരണന്മാരെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുഷ്പം കളത്തിൽ അർച്ചന ചെയ്യുക. കളം തൊട്ട് വന്നിക്കുക. പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കളത്തിലേക്കും മുറത്തിലേക്കും പാൽക്കണ്ടിയിലേക്കും കൂടി 3 പ്രാവശ്യം പൂജ കഴിക്കുക. പൂജ കഴിഞ്ഞാൽ പുറത്തിലെ 3 തിരിയെത്തിച്ച് വയ്ക്കുക. 3 പ്രാവശ്യം വെള്ളം കൊണ്ട് വളയ്ക്കുക. ഗരുഡ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പുഷ്പട്ട് വന്നിക്കുക. മുറം കിഴക്കോട് തിരിച്ചു വയ്ക്കുക. കൈപ്പണിച്ച് മുറം പിടിക്കുക. നാഗരാജാക്കന്മാരെ അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പ് തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തരുന്നതായ കർമ്മങ്ങൾ സന്തോഷത്തോടുകൂടി കയ്യേറ്റുവാങ്ങണേ. വിദ്യാസമ്പത്തുണ്ടാക്കി തരണമേ. മംഗല്യഭാഗ്യങ്ങളും സന്താന സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാക്കി പാലിക്കുന്നു.